ഇന്ന് നമുക്ക് ചക്ക അടക്കാൻ പോവാം. ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി. താഴെ പുരയിടത്തിലൊരു വലിയ പ്ലാവുണ്ട്. അതിലാണ് ആകെയുള്ള 1-2 ചക്കയാണ്. അതിലൊരെണ്ണം നമ്മൾ നടക്കും. അമ്മ ചക്ക അടക്കാനുള്ള തോട്ടയൊക്കെ ഇട്ട് റെഡിയായി നിൽപ്പുണ്ട്. അമ്മയും ഞാനും കൂടി പ്ലാവിന്റെ അടുത്തേക്ക് നടന്നു. പ്ലാവിന്റെ അടുത്തേക്ക് പോകുന്ന വഴിക്കാണ് രാവിലെ തന്നെ അമ്മ വന്ന് വെട്ടി റബ്ബർ ഞാൻ കണ്ടത്. ഒരു സ്ഥലത്താണ് വെട്ടിയതെങ്കിലും റബ്ബറിന്റെ 2-3 സ്ഥലത്ത് നിന്ന് പാല് വരുന്നുണ്ട്. നേരെ പ്ലാവിന്റെ മുട്ടിലേക്ക് പോയി. മുകളിൽ 2 ചക്ക അമ്മയെ നോക്കി നിൽപ്പുണ്ട്. ഇപ്പൊ അടുത്ത് കാണാം. അമ്മ തോട്ടയൊക്കെ എടുത്ത് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരം ട്രൈ ചെയ്തപ്പോഴേക്കും മുകളിൽ നിന്ന് ചക്ക വലിച്ച് അമ്മ താഴെ ഇട്ടു. ചക്ക ഇതുവരെയും താഴെ എത്തിയിട്ടില്ല. ഇപ്പം താഴെ എത്തും. ചക്ക താഴെ വീണ് ചത്ത് കിടപ്പുണ്ട്. അമ്മ ചക്ക എടുത്തൊരു സൈഡിലേക്ക് കിടത്തി. കിട്ടിയ ചക്ക വിളഞ്ഞോന്ന് അറിയാൻ വേണ്ടി അമ്മ പോസ്റ്റ്മോർട്ടം നടത്തി. ഇത് ചക്കയുടെ രക്തം. അടുത്തിന് ചക്ക വെട്ടിമുറിക്കാൻ പോവാണ്. അമ്മയോട് പറഞ്ഞു ഞാൻ വെട്ടിമുറിക്കാന്ന്. കൈ കിട്ടി കത്തി ചക്കയുടെ നെഞ്ചിലേക്ക് കുത്തി ഇറങ്ങി. ചക്കയെ ഞാൻ വെട്ടിക്കീറി രണ്ടാക്കി. ചക്ക വെട്ടിപ്പൊളന്നാലുള്ള എല്ലാവരുടെ ഒരു പരിപാടിയാണ് ചക്കയുടെ ഒരു പീസെങ്കിലും എടുത്ത് കഴിക്കുക എന്നത്. ഒരു പീസ് ഇളക്കാൻ നോക്കിയപ്പോഴേക്കും എന്റെ കയ്യിൽ ചക്കയുടെ രക്തം പറ്റി. ചക്കയുടെ രക്തം കയ്യിൽ പറ്റിയാൽ അങ്ങനെ ഇങ്ങനെയൊന്നും പോകില്ല. എന്റെ കയ്യിൽ കംപ്ലീറ്റ് ചക്കയുടെ രക്തമായി. ചക്കയുടെ കൊണ്ട് ഞാൻ അങ്ങനെ സ്പൈഡർമാനായി. കളിച്ച് കയ്യിൽ മുഴുവൻ ചക്കരക്കായി. ഞാൻ പെട്ടു. ഇപ്പൊ കയ്യിൽ മാത്രമേ ആയുള്ളൂ. ഇനി ചക്ക കഴിക്കാൻ നിന്നാൽ വായിൽ കൂടെ ആവും. വെട്ടിപ്പൊളന്ന ചക്കയും വഴിയിൽ കളഞ്ഞ് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കൈ തേച്ചു. അപ്പോഴാണ് കുടുംബ പ്രശ്നം കാരണം ഫാനിൽ കെട്ടിത്തൂങ്ങിച്ചെത്ത തേൻ തുമ്പിയെ ഞാൻ കാണുന്നത്.